പ്രണയം മനുഷ്യരെ അന്ധരും ബധിരരുമാക്കും. പ്രണയിക്കുന്നയാൾ നല്ലതോ ചീത്തയോ എന്നറിയാനുള്ള പല സൂചനകളും തെളിവുകളും പലപ്പോഴായി അവരെ പ്രണയിക്കുന്നവർക്ക് കിട്ടുമെങ്കിലും അയാളോടുള്ള അന്ധമായ പ്രണയം എല്ലാം കണ്ടില്ലെന്ന് നടിക്കും. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാകുമെന്ന വിശ്വാസത്തിലായിരിക്കും മുന്നോട്ടു പോവുക. അങ്ങനെയായിരുന്നു മേഘയും. എന്നാൽ ഒടുക്കം അവൾക്ക് ജീവിതം സ്വയം അവസാനിപ്പിക്കേണ്ടി വന്നു. കാശും മാനവുമെല്ലാം മേഘ പ്രണയിച്ചവന് നൽകിയപ്പോൾ തിരിച്ചു പ്രതീക്ഷിച്ചത് സുഗാന്ത് കഴുത്തിൽ കെട്ടുന്ന താലിയും അവനൊപ്പമുള്ള ജീവിതവുമായിരുന്നു. എന്നാൽ സുഗാന്തിനിഷ്ടം പുതിയ പ്രണയങ്ങൾ തേടിയുള്ള യാത്രകളും. അതിനു മുന്നിൽ വഴിമുടക്കിയായി മേഘയും മേഘയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞും എത്തിയപ്പോഴാണ് മേഘയെ അനുനയിപ്പിച്ച് കരിയറിൻ്റെയും വിവാഹത്തിൻ്റെയും ഒക്കെ കാര്യം പറഞ്ഞ് അബോർഷൻ എന്ന ക്രൂരകൃത്യം ചെയ്യിപ്പിച്ചത്. മേഘയുടെ മുറി പരിശോധിച്ച വീട്ടുകാരാണ് അബോർഷൻ നടത്തിയെന്നതിന്റെ തെളിവുകളായ മേഘ കഴിച്ച മരുന്നുകളും മെഡിക്കൽ റിപ്പോർട്ടുകളുമെല്ലാം കണ്ടെടുത്തത്. ബാങ്ക് രേഖകൾ പരിശോധിച്ചപ്പോൾ ആശുപത്രിയിൽ നൽകിയ പണത്തിന്റെ വിവരങ്ങളും ലഭിച്ചു. തുടർന്ന് വീട്ടുകാർ അവയെല്ലാം പോലീസിനെ ഏൽപ്പിച്ചപ്പോൾ പോലീസ് നടത്തിയ വിദഗ്ധ പരിശോധനയിലാണ് ഒരു കൂട്ടുകാരിക്കൊപ്പം എത്തി മേഘ അബോർഷൻ നടത്തിയെന്ന് വ്യക്തമായത്. ഗർഭചിത്രം നടത്തിയിരുന്നുവെന്ന് കുടുംബം അറിയുന്നത് അപ്പോൾ മാത്രമാണ്. അതുവരെ ആശുപത്രിയിൽ മകൾ എന്തിനോ ചികിത്സ തേടിയെന്ന് മാത്രമേ വ്യക്തമായിരുന്നുള്ളൂ. മേഘയുടെ ബാഗിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട മരുന്നിന്റെ കുറിപ്പടികളും ലഭിച്ചു. സുഗാന്ത് മേഘയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയെന്നും മകളിൽ നിന്നും പണം തട്ടിയെടുത്തുവെന്നും അച്ഛൻ മധുസൂദനൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അബോർഷൻ നടത്തുന്നതിന് ചില നടപടിക്രമങ്ങളുണ്ട്. പ്രായപൂർത്തിയായ യുവതികൾക്ക് ഗർഭചിത്രം നടത്തുന്നതിന് ചില നടപടിക്രമങ്ങളുണ്ട്. ഈ നടപടിക്രമങ്ങൾ ആശുപത്രി പാലിച്ചിരുന്നോ എന്നതും ഉയരുന്ന ചോദ്യമാണ് ഇപ്പോൾ. കഴിഞ്ഞ വർഷമായിരുന്നു മേഘയുടെ അബോർഷൻ. കഴിഞ്ഞ വർഷം ആശുപത്രിയിൽ ഗർഭചിത്രം നടത്തിയതിന്റെ തെളിവുകൾ ഉൾപ്പെടെ കുടുംബം കൈമാറിയിട്ടും സുഗാന്തിനെതിരെ കേസെടുക്കാൻ ഇതുവരെയും പോലീസ് തയ്യാറായിട്ടില്ല. യുവതി മരിച്ച് 10 ദിവസം കഴിഞ്ഞിട്ടും അന്വേഷണം തുടരുകയാണെന്ന മറുപടി മാത്രമാണ് പോലീസിൽ നിന്നും ലഭിക്കുന്നത്. സുഗാന്ത് ഇപ്പോഴും ഒളിവിലാണ്. സുഗാന്തിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട്. വിമാനത്താവളങ്ങൾ വഴി രാജ്യം വിടുന്നത് തടയാനാണ് നടപടി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉടൻ കുടുംബത്തിന് ലഭിക്കും. ഇതിനുശേഷം DGPയെ നേരിൽ കണ്ട് പരാതി കൊടുക്കുന്നതുൾപ്പെടെയുള്ള തുടർ നടപടികൾ ആലോചിക്കുമെന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു. ഇനിയും സുഗാന്തിനെതിരെ IBയും നടപടി എടുത്തിട്ടില്ല. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥനാണ് രേഖകളിൽ ഇപ്പോഴും സുഗാന്ത്. സുഗാന്തും മേഘയും തമ്മിലുള്ള അടുപ്പം അറിഞ്ഞ മാതാപിതാക്കൾ വിവാഹം നടത്താൻ തയ്യാറാണെന്നറിയിച്ചപ്പോൾ കുടുംബവുമായി സംസാരിക്കാമെന്നും മറ്റു പല കാരണങ്ങളും പറഞ്ഞ് സുഗാന്ത് ഒഴിഞ്ഞുമാറുകയായിരുന്നു. ഇതോടെ എന്തെങ്കിലും തീരുമാനമാകുന്നതുവരെ ബന്ധം തുടരുന്നതിനെ യുവതിയുടെ മാതാപിതാക്കൾ വിലക്കുകയും ചെയ്തു. കുറച്ചുകൂടി സമയം വേണമെന്നായിരുന്നു മേഘ മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടത്. സുഗാന്തിന് വേറെയും ബന്ധങ്ങളുണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ മാസം കുംഭമേളയ്ക്ക് പോയി നോർത്ത് ഈസ്റ്റിലെ യുവതിയെ പീഡിപ്പിച്ചു. തിരുവനന്തപുരത്തുകാരിയെ പ്രണയച്ചതിയിൽ വീഴ്ത്തി പണവും മാനവും കവർന്നു. ഇതിനിടെ മേഘയും സുഗാന്തും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണതാണ് മേഘയെ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് കരുതുന്നത്. മകൾക്ക് സമ്മാനിച്ച കാർ കൊച്ചി ടോൾ പ്ലാസ കടന്ന മെസ്സേജ് വന്നപ്പോഴാണ് സഹപ്രവർത്തകനുമായുള്ള ബന്ധം പത്തനംതിട്ടയിലെ മേഘയുടെ വീട്ടിൽ അറിഞ്ഞത്. +1 കാലത്ത് തുടങ്ങിയ പരിശീലനമാണ് മകളെ IB ഉദ്യോഗസ്ഥയാക്കിയത്. അസമയത്തെ യാത്രകൾ വിലക്കിയിട്ടുണ്ട്, ചോദ്യം ചെയ്തിട്ടുണ്ട്. ജോലി കിട്ടിയതിന് പിന്നാലെ വീട്ടിലെത്തിയ ഉദ്യോഗസ്ഥർ തന്നെ ജോലിക്കാര്യം പുറത്തു പറയരുതെന്നും വീട്ടുകാർ പോലും ജോലിക്കാര്യങ്ങൾ ചോദിക്കരുത് എന്നും പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ മകളോട് തുറന്നു സംസാരിക്കാൻ അച്ഛനും അമ്മയ്ക്കും ചില പരിമിതികളും ഉണ്ടായിരുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.